നഗരത്തെ ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഇന്ന് സമരവേദി സാക്ഷ്യം വഹിച്ചത്. CPM-ന്റെ മുൻ കരുത്തയായ വനിതാ നേതാവ് ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് അപ്രതീക്ഷിതമായാണ് ഐഷ പോറ്റി എത്തിയത്. കാർ വന്നു നിന്നതും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കൾ ഐഷ പോറ്റിയെ സ്വീകരിക്കാനായി വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ ആവേശഭരിതരായ പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസിന്റെ ആ പഴയ പതിവ് രീതി ഇവിടെയും ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേതാവിനെ ഒന്ന് കാണാനും അടുത്തുകൂടാനുമുള്ള പ്രവർത്തകരുടെ തള്ളിക്കയറ്റമാണ് അവിടെ കണ്ടത്. ഇതിനിടയിൽപ്പെട്ട് ഐഷ പോറ്റി ശരിക്കും ബുദ്ധിമുട്ടി. പക്ഷെ പ്രവർത്തകരുടെ ഈ അച്ചടക്കമില്ലായ്മ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒട്ടുമേ ദഹിച്ചതുമില്ല, സഹിച്ചതുമില്ല. തന്റെ അതിഥിയായി എത്തിയ ഒരു വനിതാ നേതാവിന് തിരക്കിനിടയിൽ ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ സതീശൻ ആകെ അസ്വസ്ഥനായി മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒടുവിൽ സതീശൻ പൊട്ടിത്തെറിച്ചു. പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം വഴിമാറാനും ആവശ്യപ്പെട്ടു. അവിടെ ആവേശം കൊള്ളുന്നവരോട് കർക്കശമായ ഭാഷയിൽ തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനിയും തിക്കിത്തിരക്കിയാൽ തന്റെ സ്വഭാവം മാറുമെന്ന് സതീശന്റെ താക്കീത് കേട്ട് പ്രവർത്തകർ ഒരു നിമിഷം സ്തബ്ധരായി മാറുകയാണ്. ഐഷ പോറ്റി എന്ന മുൻ CPM നേതാവിനെ കോൺഗ്രസ് വേദിയിൽ യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥയും ഉണ്ടാകരുത് എന്ന് സതീശന് നിർബന്ധമുണ്ടായിരുന്നു. ആ കരുതലാണ് പിന്നീട് കണ്ട ആ രോഷ പ്രകടനത്തിന് പിന്നിലുണ്ടായത്. CPM-ൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു നേതാവ് കോൺഗ്രസ് ആശയങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അർഹിക്കുന്ന ആദരവും സുരക്ഷിതത്വവും നൽകേണ്ട തന്റെ ഉത്തരവാദിത്തമാണെന്ന് സതീശൻ ഓരോ ചുവടിലും തെളിയിച്ചും കഴിഞ്ഞു. ആവേശം അതിര് വിട്ടപ്പോൾ കൈവിട്ടു പോകുമായിരുന്നതിനെ ഒരു സാഹചര്യത്തെ പ്രതിപക്ഷ നേതാവ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിയന്ത്രിക്കുന്നതാണ് കാണാനായത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. മാറ് 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 അങ്ങോട്ട് മാറ് നീ മിണ്ടല്ലേ ഈ നാട് ഭരിക്കാൻ വന്ന വിദേശികളെ ആ വെള്ളപ്പടകളെ കെട്ടുകെട്ടിച്ച ആത്മധൈര്യമുള്ള ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പതരങ്ങള്? അന്ന് തോക്കും പീരങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാടിലുള്ളത്. ആ പോരാട്ട വീര്യം ഇന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട്. അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി. ഇന്ന് നിങ്ങള് ആപ്പും ആധാറും പേരുമാറ്റവും വെച്ച് പാവങ്ങളെ അടിമകളാക്കാൻ നോക്കണു. വെള്ളപ്പടകളെ തുരത്തി ഓടിച്ച ഈ മണ്ണില് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ നോക്കുകുത്തി നയങ്ങൾക്ക് ഭരണവൈകൃതങ്ങൾക്ക് അധികകാലം ഇനി ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ ഈ രാഷ്ട്രീയ കൂട്ടിനു മുന്നിൽ ഇനി ഇവിടുത്തെ സാധാരണ ഒരു കാര്യങ്ങൾ പറയാം. ഇത് കേരളത്തിന്റെ മണ്ണാണ്. വിഭാവനം ചെയ്ത ആത്മവിശ്വാസത്തോടെ നൽകിയ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്.
ഈ ഭരണസിലാ കേന്ദ്രത്തിന്റെ പണിക്കിൽ നിന്ന് ഞങ്ങളെന്ന് വിളിച്ചു പറയുന്നു. ആ കളി ഈ കളി തന്നെയാണോ എന്ന് അല്ലയോ ഭരണാധികാരികളെ, ഒന്നുകിൽ ഡൽഹിയിലെ തമ്പുരാക്കന്മാർക്ക് പാവങ്ങളുടെ കൂലി കൊടുക്കാൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ കൂലിയുടെ ചോദ്യം പറഞ്ഞാൽ രണ്ടുമില്ലാതെ ഈ പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ പന്ത്രണ്ടാമ ഇനി ആരും അങ്ങനെ കരുതണ്ട. ഈ ഭരണസിലാ കേന്ദ്രത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും നിങ്ങൾ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് കിട്ടും മൊത്തത്തില് നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾ സാറ് പറഞ്ഞ് നമ്മൾ മാനം കെട്ടി പോവില്ല. നിങ്ങൾ ഫോൺ കൊണ്ട് ഫോൺ എടുത്ത് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ വിളിക്കണ്ട, നിങ്ങൾ ആരെ വിളിച്ചോ? നിങ്ങൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നേതാക്കന്മാരും ദീർഘകാലം കൊട്ടാരക്കരയിൽ നിന്ന് ഇടതുപക്ഷ എംഎൽഎ ആയിരുന്ന സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ, കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ, KPC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ, മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും K സുധാകരന്റെയും, മുൻ അധ്യക്ഷന്മാരായ K മുരളീധരന്റെയും MMSന്റെയും യൂണിയൻ കൺവീനർ അടൂർ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ, MPമാർ, MLAമാർ, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ്, പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോടൊന്നിച്ചു നിൽക്കാൻ ശ്രീമതി ഐഷ പോറ്റി എടുത്ത തീരുമാനത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാന്യനും ആരാധ്യനുമായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ശ്രീമതി ഐഷ പോറ്റിക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു. ജയ് ജയ് കോൺഗ്രസ്! ജയ് ജയ് കോൺഗ്രസ്! ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഇപ്പം പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഐതിഹാസികമായ ഈ സമരപന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായിരിക്കും. ദീർഘകാലം CPMന്റെ MLA, മുതിർന്ന CPM നേതാവുമായ ശ്രീമതി ഐഷ പോറ്റി, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയാണ്